പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ചെറിയൊരു അപ്ഡേറ്റ്. ഇപ്പോൾ കഴിഞ്ഞ റോ എപ്പിസോഡിലൂടെ സമ്മർ സ്ലാം എന്ന് പറയുന്ന അടുത്ത ബിഗ് പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ്. നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ബ്രോക്ക് ലെസ്നറിൻ്റെ മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. റോ എപ്പിസോഡ് ആരംഭം കുറിക്കുന്നത് കിങ് ഓഫ് ദ റിംഗ് ഫൈനൽ വിജയിച്ചു വന്ന കിങ് ഒബാഫെമിയുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. അപ്പോൾ ഒബാഫെമി ഒരു തീരുമാനം എടുക്കണം, സമ്മർ സ്ലാമിൽ ഏത് ചാമ്പ്യൻഷിപ്പിനാണ് കളിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് സംസാരിച്ച് വരുന്ന സമയത്താണ് അപ്രതീക്ഷിതമെന്നോണം വളരെ സർപ്രൈസ് ആയിട്ടുള്ള ബ്രോക്ക് ലെസ്നറിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നതും ബ്രോക്ക് ലെസ്നറും പോൾ ഹേമനും കൂടി റിംഗിലേക്ക് വരുന്നത്. അങ്ങനെ ഒബാഫെമി കിങ് ഓഫ് ദ റിംഗ് വിജയിച്ചതിനെ അഭിനന്ദിക്കുന്ന ബ്രോക്ക് ലെസ്നറുടെ വാക്കുകളാണ് തുടക്കത്തിലെ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. കൂടാതെ ബ്രോക്ക് ഇവിടെ ആക്റ്റീവ് അല്ലാത്ത സമയത്തും ബ്രോക്കിൻ്റെ പേര് ഒബാഫെമി നിരന്തരം മെൻഷൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പോൾ ഹേമൻ പറഞ്ഞു. നീ നല്ലൊരു പ്രൊമോ കട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പോൾ ഹേമൻ പറഞ്ഞു. തുടർന്ന് ഒബാഫെമിയെ ലോ ബ്ലോ കൊടുത്ത് FI കൊടുത്ത് ആക്രമിച്ച് ബ്രോക്ക് ലെസ്നർ റിങ്ങിന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഒബാഫെമി വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള മത്സരം സമ്മർ സ്ലാമിലേക്ക് നടക്കുമെന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയി. പക്ഷേ വളരെ സർപ്രൈസ് ആയിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് വന്നത് ബ്രോക്ക് ലെസ്നർ ഇതൊരു ഹെൽ ഇൻ എ സെൽ മത്സരം വേണം എന്നുള്ളത് ആവശ്യപ്പെടുന്നതിലൂടെയാണ്. അങ്ങനെ ഹെൽ ഇൻ എ സെൽ മത്സരം കൺഫേം ചെയ്യുന്നു. അപ്പോഴും ഒരു ചോദ്യചിഹ്നം ബാക്കിയുണ്ടായിരുന്നത് ഒബാഫെമി കിങ് ഓഫ് ദ റിംഗ് വിജയിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമ്മർ സ്ലാമിൽ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ഓപ്പർച്യൂണിറ്റി ബാക്കിയുണ്ട്. അപ്പോൾ സമ്മർ സ്ലാം 2 ദിവസമായതുകൊണ്ട് തന്നെ ഒബാഫെമി ഇതിൽ ഒരു ദിവസം ബ്രോക്ക് ലെസ്നറിനെതിരെയും മറ്റൊരു രണ്ടാമത്തെ ദിവസം ചാമ്പ്യനെതിരെയും തിരഞ്ഞെടുക്കുമോ എന്നുള്ളതാണ്. പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ റോ ജനറൽ മാനേജറായ ആദം പീയേഴ്സിനോട് സമ്മർ സ്ലാമിലേക്ക് തനിക്ക് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി അതൊന്ന് ഹോൾഡ് ചെയ്യാനും താൻ ബ്രോക്ക് ലെസ്നറുമായിട്ടുള്ള റൈവൽറി തീർക്കാൻ പോകുകയാണ് എന്നും അത് അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് താൻ വരികയുള്ളൂ എന്നുള്ളതും ഒബാഫെമി പറയുകയുണ്ടായി. അപ്പോൾ ഒബാഫെമി കിങ് ഓഫ് ദ റിംഗ് വിജയിച്ചു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പ് മത്സരം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് ഒബാഫെമിയുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു. അതിനേക്കാൾ വ്യക്തമായി നമുക്കൊരു അപ്ഡേറ്റ് ലഭിക്കുന്നത് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലാണ്. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഈവൻറ്റിൽ നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റെയിൻസ് റിംഗിലേക്ക് വരുന്നു. ഒപ്പം ജേക്കബ് ഫാറ്റു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ടീം മെമ്പർ കൂടിയുണ്ടായിരുന്നു. അങ്ങനെ പതിവ് പോലെ റോമൻ റെയിൻസിൻ്റെ എൻട്രൻസ് കംപ്ലീറ്റ് ആകുന്നു. ആ അറ്റ്ലാന്റിക് സിറ്റിയോട് എക്നോളജി ചെയ്യാൻ ആവശ്യപ്പെടുന്ന അതേ സെക്കൻഡിൽ തന്നെ സെത്ത് റോളിൻസിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നു. അപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടേക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. ഈ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് ശേഷമുള്ള പോസ്റ്റ് ഷോയിൽ സെത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒബാഫെമി എന്ത് തീരുമാനമാണോ അതനുസരിച്ചിരിക്കും തൻ്റെ സമ്മർ സ്ലാമിലെ പ്ലാൻ എന്നുള്ളത്. അപ്പോൾ ഒബാഫെമി റോമൻ റെയിൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിന് പോകുന്നില്ല എന്നുള്ളത് ഉറപ്പായത് കൊണ്ട് തന്നെ ഇനി സെത്തായിരിക്കും റോമൻ റെയിൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിന് പോകുന്നത് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൺഫേം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെഗ്മെൻറ്റ് മാത്രമായിരുന്നു റോമൻ റെയിൻസ് സെത്ത് റോളിൻസ് തുടങ്ങിയവരുടെ ഫേസ് ടു ഫേസ് ഭാഗത്തിലുണ്ടായിരുന്നത്. സെത്ത് വളരെ ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു പോയിന്റ് പറഞ്ഞു. ഇതുവരെ ട്രൈബൽ ചീഫ് കഥാപാത്രത്തിൽ സെത്തിനെ പരാജയപ്പെടുത്താൻ റോമൻ റെയിൻസിന് സാധിച്ചിട്ടില്ല. ബാക്കി എല്ലാവരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് വലിയ ടെറർ സൃഷ്ടിച്ചിട്ടുള്ള നിൻ്റെ ഈ ഒരു ടൈറ്റിൽ റണ്ണിൽ നീ ഒരാളെ മാത്രം പരാജയപ്പെടുത്തിയിട്ടില്ല, അത് തന്നെയാണെന്ന് സെത്ത് പറയുകയുണ്ടായി. അപ്പോൾ നിൻ്റെ ഈ ഒരു ഹോൾ ഓഫ് ഫെയിം കരിയറിൽ നിനക്ക് വലിയ നഷ്ടമായിട്ടുണ്ടായിരിക്കുക ഈ തന്നെ ഡിഫീറ്റ് ചെയ്യാത്ത ആ ഒരു മൊമെൻ്റ് ആയിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്യാൻ നിനക്ക് മുന്നിലേക്ക് ഞാനൊരു കാര്യം വെക്കുകയാണ്. സമ്മർ സ്ലാമിൽ നിൻ്റെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മത്സരം നമുക്ക് കളിക്കാമെന്നുള്ളത്. അങ്ങനെ സെത്ത് സ്വയം നീ വേണമെങ്കിൽ എന്നെ പരാജയപ്പെടുത്തിക്കോളൂ, അതിനെനിക്ക് ഈ ഒരു മത്സരം വേണം, തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാത്ത തൻ്റെ ചാമ്പ്യൻഷിപ്പിൻ്റെ ആ ഒരു മത്സരം തനിക്ക് വേണം എന്നുള്ളതാണ് സെത്ത് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നോ പറയാൻ യാതൊരുവിധ ഒരു വഴിയും റോമൻ റെയിൻസിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സമ്മർ സ്ലാമിലെ സെത്ത് മുന്നോട്ടേക്ക് വെച്ച ചലഞ്ച് റോമൻ റെയിൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ സമ്മർ സ്ലാമിലേക്കുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം റോമൻ റെയിൻസ് വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള ഷീൽഡിലെ മുൻ 2 മെമ്പേഴ്സ് തമ്മിലുള്ള മത്സരമായിട്ട് കൺഫേം ചെയ്യുന്ന ഒരു അപ്ഡേറ്റും കൂടി നമുക്ക് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ കാണാൻ സാധിച്ചു. എന്തായാലും സമ്മർ സ്ലാമിലേക്ക് അതിഗംഭീരമായിട്ടുള്ള മാച്ചുകൾ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നല്ല ഹിസ്റ്ററിയുള്ള മാച്ചുകളാണ്. നല്ല രീതിയിൽ ബിൽഡപ്പ് കൊടുക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.